ഒരു അമൽ നീരജ് ഫ്രെയിമിൽ നമ്മൾ വരിക എന്നുള്ളത് ഏതൊരു നടനെ പോലെ എൻ്റെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പ്രിയ പറയുമായിരുന്നു, ഉഫ് അമലേട്ടൻ്റെ പടത്തിൽ സ്ലോ മോഷനിൽ ജാക്കറ്റ് ഇട്ടൊരു വരവ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയി മറ്റേ പടമൊക്കെ കണ്ട് പ്രിയമായി എങ്ങനെ സുരാജേട്ടന് ഇത് മനസ്സിലായി എനിക്ക് ഇതെങ്ങനെ മനസ്സിലാക്കി സുരാജേട്ട. ഒരു അമൽ നീരജ് ഫിലിം എന്നൊരു ടാഗ് എന്തായാലും ഉണ്ടാവും, പക്ഷേ വിത്ത് ഡിഫറൻസ്. അത് ആ ഒരു ഗ്യാരണ്ടി നമുക്ക് തരാണ്ട് സാധിക്കും. ഒരു പടമായിട്ട് 8 മാസമായിട്ട് ഇരിക്കാൻ തുടങ്ങിയത് EMI ഒക്കെ എങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടെന്ന് ദൈവം നമ്പുരാൻ അറിയാം. പെർഫോമൻസ് പടമാണ്. ഒരു ഗേൾ ഫ്രണ്ട് ഓർമ്മ ഡെയിലി ഡെയിലി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രിയ, പക്ഷെ പല മോഡുലേഷൻ ആണെന്നുള്ളത്. പ്രിയ 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 ഏറ്റവും കൂടുതൽ പ്രിയ. നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ ഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവേയിങ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ഒരു ഗർജനാണോ? ഉറപ്പായിട്ടും. ഇപ്പം ഞങ്ങൾ നേരത്തെ പറയാനുണ്ടായി 5-6 വർഷത്തിനൊക്കെ മുമ്പായിരുന്നെങ്കിൽ വെള്ളമടിച്ച് മദ്യപിച്ച് നിൽക്കുന്ന ഒരു സൂലൊക്കെ ചാടിക്കയറാൻ ധൈര്യം കാണിക്കുന്ന ഒരു ക്യാരക്ടർ സുരാജേട്ടനായിരിക്കും ചെയ്യുക. ഇപ്പൊ നേരെ മറിച്ച് അവിടെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ അടിച്ചു വരുന്ന ഒരു ക്യാരക്ടർ ചാക്കോച്ചനായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല അപ്പം ടഗിനൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ലുക്കിൽ വരിക, ഇല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഓഫീസർ ലുക്കിൽ വരിക ചാക്കോച്ചനായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടറാണ്. എന്ത് ചെയ്യുമെന്ന് ആർക്കും പിടികിട്ടാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സംഗതി. ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമയമെടുത്ത് കിട്ടിയ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു ന്യൂ ലീഷ് ഓഫ് ലൈഫാണത്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് അങ്ങനത്തെ കാര്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കാരണം ഇപ്പൊ ആദ്യത്തെ സിനിമ എൻ്റെത് ഒരു വൻ വിജയമായിരുന്നു. അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ടാഗ് വരുന്നു. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം സിനിമകൾ പരാജയപ്പെടുന്നു എന്ന് വരുമ്പോൾ അത് അത്രയും പെട്ടെന്ന് കിട്ടിയൊരു സ്റ്റാർഡം അതിനേക്കാൾ സ്പീഡിൽ പോകുന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നീടുള്ള തിരിച്ചുവരവ് വളരെ പതുക്കെയായിരുന്നു. ഫ്രം ബേസ് വളരെ പതുക്കെയുള്ള മാറ്റങ്ങളും അതിനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ സുരാജിനാണെങ്കിലും ഒരു ഹ്യൂമർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം ടാഗ് ചെയ്യപ്പെടുക, അതിനുശേഷം വ്യത്യസ്തമായുള്ള ക്യാരക്ടറിന് വേണ്ടി ശ്രമിക്കുന്നു, അത് അതിനുള്ള സമയമെടുത്ത് തന്നെ ചെയ്യുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ ട്രാക്കിലാണ്, ഡിഫറെൻറ്റ് ടാഗുകളിലാണെങ്കിലും ഒരേ ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ഈ പെർഫോമർ എന്ന അർത്ഥത്തിൽ എപ്പോഴും ഒരു ആക്ടർ എപ്പോഴും വെയിറ്റ് ചെയ്യുക നല്ലൊരു പെർഫോമർ. ഇപ്പം ക്ലാസ്മേറ്റ്സിൽ സുരേട്ടന് വന്നെത്തിയ പോലെ ചാക്കോച്ചൻ ഈ റീസെന്റ് സിനിമകൾ മൊത്തം കാണിച്ച് മീൻസ് പ്രേക്ഷകരെ അധിക്ഷേപിച്ചതുപോലെ ഒരു ക്യാരക്ടറിന് വേണ്ടി തന്നെയാണ് ഒരു ആക്ടർ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക. ക്യാരക്ടർ മാത്രമല്ല, നല്ല സിനിമകൾ സംഭവിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത്. കാരണം നല്ല സിനിമകൾ സംഭവിക്കുമ്പോൾ അതിൽ ചെറിയ റോളാണെങ്കിലും അതിൽ ഭാഗമാണെങ്കിൽ ആ സിനിമയുടെ കൂടെ ആ പേരിനോടൊപ്പം നമ്മുടെ പേരും എപ്പോഴും ഉണ്ടാവും. മറ്റേത് ഒരു ക്യാരക്ടർ മാത്രം എപ്പോഴും നന്നായിട്ട് നിൽക്കുക, ആ സിനിമ ഓർമ്മിക്കപ്പെടാതെ പോകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സങ്കടം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം അത് നല്ല സിനിമ എന്നുള്ളതായിരിക്കും ആദ്യത്തെ ഒരു അറ്റംപ്റ്റ്. അതിനുശേഷം നല്ല ക്യാരക്ടർ എന്നുള്ള രീതിയിൽ, അത് അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. പലർക്കും പല രീതികളായിരിക്കാം. അത് തന്നെയാണ്, ക്യാരക്ടർ മാത്രം നന്നായിട്ട് കഥയില്ല, സിനിമയും ടോട്ടൽ നന്നായാലേ ആ ക്യാരക്ടറിന് ശ്രദ്ധിക്കപ്പെടും. ഈ കോമഡി സിനിമകൾ ചെയ്യാൻ നേരത്തുണ്ടല്ലോ, ഓപ്പോസിറ്റ് നിന്ന് ഒരാളോട് റിയാക്ട് ചെയ്യുന്ന ഈ ചെറിയ ഷോർട്സ് ആണ് എടുക്കുന്നെങ്കിൽ പോലും നമ്മൾ കോമഡിയാണ് അവതരിപ്പിക്കുന്നത്, അത് പ്രേക്ഷകരിലേക്ക് വലിപ്പിക്കണം. പക്ഷെ അയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ കാണത്തില്ലല്ലോ, ഒരു സജഷൻ ഷോട്ട് അല്ലെങ്കിൽ അയാൾ ഉണ്ടായില്ലല്ലോ. അപ്പൊ അത് എത്രയെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ഹ്യൂമറിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ കുറേ എല്ലാം നമ്മുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് ഉള്ള ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. അത് നോർമൽ പ്രോസസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിയൽ ഇൻസിഡന്റ് ആണ്, റിയൽ ഇൻസിഡൻസ് ആണ് ശരിക്കും. ഒരു ഇൻസിഡന്റ് മാത്രമല്ല, പല ഇൻസിഡന്റ് പല സമയങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട്, പല രാജ്യങ്ങളിലായിട്ട്, ലോകത്തിന്റെ പല ദിക്കുകളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേക്ക് ഓൺ ആണ് ഇത്. പക്ഷേ ആ ഇൻസിഡൻ്റ് അല്ല ശരിക്കും. ആ ഇൻസിഡൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും റീസൺസ് പലതാണ്.
കാരണങ്ങൾ പലതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് സിംഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ കൂട്ടിനകത്തോട്ട് ഒരു ഓപ്പൺ എൻക്ലോഷറിലേക്ക് ഒരാൾ എടുത്ത് ചാടുന്നു, അയാളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ രക്ഷിക്കാൻ ഇറങ്ങുന്ന ആളും പെട്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ കഥ അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റ് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊരു ഭയങ്കര സീരിയസ് സംഭവം, ഇത് വിട്ടുപോവുക, സിംഹത്തിൻ്റെ കൂട്ടിൽ വിട്ടുപോവുക, രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ആകാംക്ഷയിൽ പറയുന്നതിന് പകരം അയാൾ പെട്ടു, പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ നോക്കുന്നെന്ന് പറയുന്നതിൻ്റെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ടേക്കാണ് ഈ സിനിമയിലുള്ളത്. അത് ഇവരുടെ ബാക്ക് സ്റ്റോറീസും ഉണ്ട്, ഇവരുടെ ഒരു ലവ് ലൈഫുണ്ട്, പിന്നെ പുള്ളിയുടെ ഒരു ഫാമിലി ലൈഫിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പല ആൾക്കാരുടെ ജീവിതങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ സബ് പ്ലോട്ടുകളായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഒരു സൂവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയല്ലേ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ജൂൺ 14 റിലീസ്. ബാക്കിയെല്ലാം ചാക്കോച്ചൻ പറഞ്ഞു. ഇപ്പൊ ഒരുപാട് സ്റ്റേജിലും അല്ല സിനിമയിലൊക്കെ ഈ മദ്യപിച്ചിട്ടുള്ള ഒരു പെർഫോമിങ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പം ചാക്കോച്ചൻ മദ്യപിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, കൗതുകം. കാര്യം വെച്ചാൽ ഇത് കുറെ നാളിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വന്നപ്പോൾ ചാക്കോച്ചനായിരുന്നു പിന്നെ എൻ്റെ ആ കഥാപാത്രം. അപ്പൊ അന്ന് ഒരു പക്ഷെ അന്ന് പറഞ്ഞപ്പോ തന്നെ അല്ല അങ്ങനെയായിരുന്നു, ഞാൻ നിങ്ങളുടെ റോളും നിങ്ങൾ എൻ്റെ റോളും ആയിരുന്നു. പിന്നെ ഞാൻ സംസാരിച്ച് അത് തിരിച്ചാണെങ്കിൽ അടിപൊളിയാവൂലേ, ഞാൻ പറയാം അതല്ലേ വെല്ലുവിളി, അതല്ലേ അടിപൊളി, അങ്ങനെയൊക്കെ. അതൊരു ചേഞ്ചിന്, ചാക്കോച്ചന്റെ ചേഞ്ചിന് വേണ്ടിയാണോ അതോ ഒരു അല്ല മൊത്തത്തിൽ ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട് അത് ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു മാറ്റം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ മെയിൻ USP സിംഹം എന്നുള്ള ആസ്പെക്ട് തന്നെയാണ്. സിംഹമാണ് ഇതിൻ്റെ മെയിൻ ക്രക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ കടമ്പയായിരുന്നു. അതിൽ നമ്മൾ ആനിമെട്രോണിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്, VFX ഉണ്ട്, ഒറിജിനൽ സിംഹമുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു മിക്സാണ് ശരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്ന മോജോ അല്ലെങ്കിൽ ദർശൻ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ അത് കണ്ടിട്ട് പലരും ഇൻസ്റ്റയിലും ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സിംഹത്തെ കണ്ട് ക്രഷ് അടിച്ചു എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം മെയിൻ ഹീറോ ശരിക്കും സിംഹമാണ്. അതിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ലീവറേജ് ആണ് പടത്തിൽ ലഭിക്കുന്നത്. മുമ്പ് സിംഹത്തിനെയൊക്കെ അല്ലെങ്കിൽ പുലിനെയൊക്കെ വെച്ചിട്ട് മലയാളത്തില് ഇപ്പം പുലിമുരുകനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തെന്നൊക്കെ പറയുന്ന ഒരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇതിനെ വെച്ചൊരു കോമഡി വർക്ക്ഔട്ട് ചെയ്യാനാണോ ട്രൈ ചെയ്തിരിക്കുന്നത്? ഫുൾ ഹ്യൂമറ. സിംഹം കുറെ ഏരിയകളിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കും. അതിന്റെ റിയാക്ഷൻസ്, അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട് ഇതില്. ഇവന്മാർ രണ്ടുപേരും ഇത് എന്ത് പ്രാന്ത്, എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് പറഞ്ഞുള്ള ചില നോട്ടങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള നോട്ടമല്ല, സിംഹത്തിന്റെ സാധാരണ നോട്ടം തന്നെ. പക്ഷെ ആ പെർട്ടിക്കുലർ ഷോട്ടിൽ അല്ലെങ്കിൽ ആ മൊമെന്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര തമാശയായിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറെ കുഞ്ഞു രസകരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് സിംഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. അനക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ? ഒരു കുട്ടിക്കാലത്തെ കോളേജ് ടൈമിലൊക്കെ ഒരു ക്രഷ് ഒക്കെ തന്നെയാണ്. അത് എനിക്കിതിനകത്ത് കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ചാക്കോച്ചൻ്റെ കൂടെയാണ്. ഇതുപോലെ ഞാനും ചാക്കോച്ചൻ്റെ കുറേ സിനിമകളൊക്കെ കണ്ട് നിറമൊക്കെ ഇറങ്ങിയ സമയത്ത് ഡാൻസ് ഒക്കെ നോക്കി ടീച്ചറിന്റെ അടിയിലൊക്കെ കമന്റ് വരുന്നുണ്ട്, നിറം പോലത്തെ ഒരു പടം, അനിയത്തി പ്രാവത്തെ പടമൊക്കെ ഇനി എപ്പോഴും ചാക്കോച്ചൻ പരിപാടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സോ അങ്ങനെ ഒരുപാട് ശരിക്കും കുറെ അഡ്മയർ ചെയ്ത ഒരു ആക്ടറാണ്. അപ്പം പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പിന്നെ ഇപ്പം ഞാനത് റിയലൈസ് ചെയ്യുന്നില്ല ദാറ്റ് ദിസ് ഹാപ്പൻ. ആക്ച്വലി ഐ നോ ഇറ്റ്സ് എ ബിഗ് തിങ് ശരിക്കും. അത് നമ്മൾ കുറേ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി, ബിഗ് തിങ് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷണൽ കരിയറിൽ ഈ ചേഞ്ചസ് ഭയങ്കരമായിട്ട് പ്രകടമാണല്ലോ. ചൂസ് ചെയ്യുന്ന സിനിമകൾ, പെർഫോമിന്റെ രീതി തന്നെ ഭയങ്കരമായിട്ട് മാറി. അപ്പം നിങ്ങൾ തമ്മിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? പടങ്ങൾ കണ്ടിട്ട് പറയും, ഉറപ്പായിട്ടും പടങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കാര്യങ്ങൾ പറയാറുണ്ട്. പരിപാടി എന്താണ് ഉദ്ദേശം? എനിക്കൊന്ന് സുരാജാണ് ഏറ്റവും കൂടുതൽ. ഹലോ, ഇതെന്താ ചോക്ലേറ്റിലൊക്കെ നിന്നാ പോരെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പരിപാടി അല്ല, അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചാക്കോച്ചൻ്റെ ഇല്ലെങ്കിൽ ആ ചോക്ലേറ്റ് നായകൻ എന്നുള്ള പരിവേഷമൊക്കെ മാറി
വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ഏത് കഥാപാത്രവും ധൈര്യപൂർവ്വം ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആളായി മാറുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. ഇത് ഗർ ശരിക്കും ഞങ്ങളുടെ ഒരുമിച്ചുള്ള 27ാമത്തെ സിനിമയാണ്. അപ്പൊ അത് അന്ന് തൊട്ടുള്ള ഉണ്ട്. എത്ര 27ാമത്തെ സിനിമ. അതെ. അപ്പൊ അതുകൊണ്ട് പുള്ളി തുടക്കം മുതലുള്ള കുറെ കാര്യങ്ങൾ എനിക്കറിയാം. പടത്തില് ഇഷ്ടംപോലെ പറഞ്ഞു, ചെറുതും വലുതുമായിട്ടുള്ള ത്രൂ അല്ലാത്തതുമായിട്ടുള്ള കുറെ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും അംഗീകാരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അത് പലപ്പോഴും എൻ്റെ സെറ്റുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇരട്ടി സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ ഒരു വളർച്ച വളരെയധികം സന്തോഷത്തോടു കൂടി ചേർന്ന് നിന്ന് കണ്ടിട്ടുള്ളൊരു സുഹൃത്തും കൂടെയാണ് ഞാൻ. ലേണിംഗ് പ്രോസസ് എപ്പോഴും ഒരു ആക്ടർ ഉണ്ടാവുമല്ലോ. കൂടെ അഭിനയിക്കുന്ന ആളുകളിൽ നിന്നാണെങ്കിലും ചുറ്റുപാടും എല്ലാം ഒബ്സർവേഷനിലൂടെയാണല്ലോ. അത് എത്രത്തോളം നിർബന്ധമാണ് ഈ ഫീൽഡിൽ? ഒബ്സർവേഷൻ ആണല്ലോ. നമ്മൾ ഓരോ ക്യാരക്ടർ കാണുമ്പോൾ അവരുടെ എങ്ങനെയാണ് അത് ഡയറക്ടർ പറഞ്ഞുതരാം. അല്ലാതെ നമ്മുടെ വഴിയും കുറേ കാര്യങ്ങൾ അന്വേഷിച്ചെടുക്കാറുണ്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ സിനിമ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണല്ലോ. ഇപ്പം സുരാജേട്ടനാണെങ്കിലും ചാക്കോച്ചൻ വന്നതിന് ശേഷമാണ് അതിനെക്കാട്ടിയും വലിയ സ്വപ്നം കണ്ടതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ അനഘയുടെ കേസാണെങ്കിലും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അപ്ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം നമ്മുടെ ആഗ്രഹം ഒരു സിനിമയിൽ വരിക, അല്ല അഭിനയിക്കുക, ആളുകൾ നോട്ടീസ് ചെയ്യുക, പിന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ കാര്യങ്ങൾ, അങ്ങനെ ഒരു സംഗതിയാണല്ലോ. അത് എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നാഷണൽ അവാർഡ് ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അത് എത്രത്തോളം എൻജോയബിൾ ആണ്? അല്ല, നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകൾക്ക് അനുസരിച്ചുള്ള അംഗീകാരങ്ങൾ കിട്ടുന്ന എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു ചിലർക്കൊരു ഉത്തരവാദിത്തമായിട്ട് തോന്നാറുണ്ട് അതിനുശേഷമുള്ള സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അതിലും മികച്ചതാക്കുക അല്ലെങ്കിൽ വ്യത്യസ്തമാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇത് ഒരു സൈക്കിൾ ചവിട്ടുന്ന പോലെയാണ്, എപ്പോഴും ചവിട്ടിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നടച്ചിട്ട് താഴെ വീഴും. ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ. അത് ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്, ഒരു നെവർ എൻഡിങ് ലേണിംഗ് പ്രോസസ്സാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് എൻജോയ് ചെയ്യുക എന്നുള്ളത് കൂടെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. സുരേട്ടന് എങ്ങനെയാണ് ആഗ്രഹങ്ങൾ? സിനിമയിൽ ഞാനങ്ങനെ സിനിമയിൽ വരുമെന്ന് ആഗ്രഹിച്ച ഒരാൾ എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ എത്താൻ ഒരു ചാൻസും ഇല്ല എന്ന് വിചാരിച്ച. പക്ഷെ ഞാൻ മിമിക്രിയിൽ നിൽക്കുമ്പോൾ സിനിമയിൽ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്യുന്നത് ശരിക്കും എൻ്റെ ആ ട്രൂപ്പിൽ ഒരു 10 രൂപ കൂടെ കൂടുതൽ കിട്ടുമല്ലോ, നമ്മുടെ ട്രൂപ്പിന് കുറേ ഷോ കൂടുതൽ കിട്ടും എന്നൊക്കെയായിരുന്നു. പിന്നെ ഇതിനകത്ത് വന്ന് ഇത് സംഭവം അറിഞ്ഞപ്പോൾ അത് കൊള്ളാലോ, പിന്നെ അടിച്ചിറക്കിയാലും പോവില്ല. നമുക്ക് അത്രയും ഇഷ്ടമായി. അതിനെ ഒരുപാട് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത് തന്നെയാണ് നിലനിൽക്കുന്നത്. എനിക്കും അതുപോലെ തന്നെ. എനിക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇനീഷ്യലി ഉണ്ടായിരുന്നല്ലോ. ഒരു സിനിമയിൽ നിന്ന് അഭിനയിക്കണമെന്ന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ചെറുതാകുമ്പോൾ തൊട്ടേ. സോ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിനിമയിൽ എങ്ങനെയെങ്കിലും അഭിനയിക്കണം അങ്ങനെ. സോ അങ്ങനെ ഓഡിഷൻ ചെയ്തു, കിട്ടി. പക്ഷേ അതിൻ്റെ ഒരു സിനിമ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോഴത്തേക്കും പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു പെർസെപ്ഷൻ ഓഫ് സിനിമ വാസ് ഡിഫറെൻറ്റ്. സിനിമ എന്ന് പറയുമ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ വർക്ക് ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് പഠിക്കാനും ഒരു സാധ്യതയുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ശരിക്കും. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ്. സോ അപ്പോൾ അത് കാരണം ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇനിയും പഠിക്കണം, ഇനിയും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. സോ അങ്ങനെ അത് നമ്മളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പുതിയ അനൗൺസ്മെന്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ ഇയറിലെന്ന് പറയുന്നത് ചാക്കോച്ചന്റെ ഒരു പിടി ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇയർ ഒരു പടമായിട്ട് 8 മാസമായിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. EMI ഒക്കെ എങ്ങനെ അടഞ്ഞു പോകുന്നുണ്ടെന്ന് ദൈവം നമ്പുരാനറിയാം. അമൽ നീരദിൻ്റെ ഒരു പടമാണ് ഷൂട്ട് കഴിഞ്ഞത്. അത് പക്ഷേ ഒരുപാട് സ്കെഡ്യൂളുകൾ എടുത്തു, സ്കെഡ്യൂൾ ബ്രേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല കാരണങ്ങളും, പുള്ളിയുടെ കുറച്ച് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടുള്ള ഡിലേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജിത്തു അഷ്റഫ്, മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ അസോസിയേറ്റ്, പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ചെയ്യുന്നത്. ഷാഹി കബീറാണ് അതിൻ്റെ സ്ക്രിപ്റ്റിങ്. ഞാൻ, പ്രിയാമണി, ജഗദീഷ് ഏട്ടൻ, മനോജ് KU, പിന്നെ കുറച്ച് പുതിയ ആൾക്കാരും കൂടെ ഉണ്ട്. ആ ഒരു ടീം മാർട്ടിൻ പ്രക്കാട്ട് പ്രൊഡക്ഷൻസാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു പോലീസ് ക്യാരക്ടറൊക്കെയാണ് ചെയ്യുന്നത്. അതിൽ
ഒരു കാലഘട്ടത്തില് മലയാളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും കാത്തിരുന്ന ജോഷി സാറിന്റെ ഫ്രെയിമിൽ എത്തുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചായിട്ട് പല ആർട്ടിസ്റ്റുകളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു 2010 ശേഷം മലയാളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ആഗ്രഹമായിരുന്നു അമൽനീരദ് പടത്തിന്റെ ഒരു അല്ലെങ്കിൽ അമൽനീരദ് ഒരു ഫ്രെയിമിങ്ങിലെങ്കിലും വരിക, നമ്മൾ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? ശരിക്കും എനിക്ക് കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അൻവർ റഷീദിനെ കാണാൻ പോയപ്പോഴാണ് അമൽനീരദിനെ പരിചയപ്പെടുന്നത്. അൻവർ റഷീദിൻ്റെ അടുത്ത് ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞിട്ട്, പുള്ളിയുടെ ബ്രിഡ്ജ് എന്നുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളിയുടെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അത് ഒരു പടം ചെയ്യണം എന്ന ആഗ്രഹത്തിന് പുറത്ത് പുള്ളിയുടെ ചെന്ന് പറയുമ്പോൾ അമൽനീരദ് ഉണ്ടായിരുന്നൊരു അമലിൻ്റെ വീട്ടിലായിരുന്നു തോന്നുന്നു. ആ സമയത്ത് എല്ലാം ഓക്കെ, നമുക്ക് നോക്കാം, ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാനിപ്പോഴും അൻവറിനോട് പറയാറുണ്ട്, അന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ചാൻസ് വെച്ച് എന്നെ വെച്ചിട്ട് അമൽ ഇതേ ഇപ്പോൾ പടം ചെയ്ത് നിങ്ങൾ ഇതുവരെ എന്നെ വെച്ച് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു അമൽനീരദ് ഫ്രെയിമിൽ നമ്മൾ വരിക എന്നുള്ളത് ഏതൊരു നടനെ പോലെ എൻ്റെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു. പ്രിയ പറയുമായിരുന്നു, ഉഫ് അമലേട്ടൻ്റെ പടത്തിൽ സ്ലോ മോഷനിൽ ജാക്കറ്റ് ഇട്ടൊരു വരവ്. ഞാൻ പറഞ്ഞു അതൊന്നും ഈ സിനിമയിൽ പ്രതീക്ഷിക്കണ്ട, ഇത് വേറെ ടൈപ്പ് ഓഫ് സിനിമയാണ്, പക്ഷേ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആസ്പെക്റ്റുള്ളൊരു സിനിമ തന്നെയായിരിക്കും. പുള്ളി ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ജോണറാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഈ ഫാസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഷാനു ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. കാരണം ടേക്ക് ഓഫിന് ശേഷം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് സിനിമകൾ ഞങ്ങൾക്ക് ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫണ്ണി ആസ്പെക്റ്റ്. അപ്പോൾ ടേക്ക് ഓഫിലാണെങ്കിലും ജസ്റ്റ് ഒരു സീക്വൻസിൽ മാത്രമാണ് ജസ്റ്റ് ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്നത്. ഇതിലും കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിലും പുള്ളിയുടെ ഒരു നല്ല രസമായിട്ടുള്ളൊരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. ഈ ബിഗ് ബിക്ക് ഇറങ്ങിയപ്പോൾ മലയാളത്തിൻ്റെ തന്നെ വിഷ്വൽ ലാംഗ്വേജിനെ ഫുള്ളായിട്ട് മാറ്റിയൊരു ചിത്രമായിരുന്നല്ലോ. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ചിത്രത്തിൽ? ഒരു അമൽനീരദ് ഫിലിം എന്നൊരു ടാഗ് എന്തായാലും ഉണ്ടാവും, പക്ഷേ വിത്ത് എ ഡിഫറൻസ്. അത് ആ ഒരു ഗ്യാരണ്ടി നമുക്ക് തരാണ്ട് സാധിക്കും. അത് ആൾക്കാരെ തിയേറ്ററുകൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സുരാജേട്ടൻ്റെ ഒരു പെർഫോം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കോമഡി എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പടങ്ങൾ ഇതും അടിപൊളിയാണ്. ഗിറ്, പിന്നെ അതുപോലെ തന്നെ തെക്ക് വടക്ക്, നമ്മുടെ വിനായകനും ഞാനുമായിട്ടുള്ളൊരു സിനിമയുണ്ട്, അഡിഗോസ് അമീഗോസ്. പെർഫോമൻസ് പടമാണ് അത്. അനഘയുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേണ്ടെന്ന് വെച്ചപ്പോ എടുത്തോണ്ട് വേണ്ട, അക്ഷരം മിണ്ടരുത്, അത് തന്നെ ഓർമ്മിപ്പിക്കലാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയി മറ്റേ പടമൊക്കെ കണ്ട് പ്രിയമായി എങ്ങനെ സുരാജേട്ടന് ഇത് മനസ്സിലായി, എനിക്ക് ഇതെങ്ങനെ മനസ്സിലാക്കി സുരാജേട്ട, കൊള്ളാലോ. ഞാൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ കണ്ട് ഞാൻ കയറിയതാ. എന്താ മറ്റേ റോബോട്ടിന്റെ സുരാജ് അതിന് കൈ കൊടുത്ത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് രതീഷാണ് കഥ വന്ന് പറഞ്ഞത്. വേറെ ഏതൊരു ലൊക്കേഷനിൽ ഇതിപ്പോൾ മഹേഷ് നാരായണനാണ് ശരിക്കും രതീഷിനെ എൻ്റെ അടുത്ത് വിടുന്നത്. മഹേഷ് നാരായണൻ വേറെ ആരോടോ കഥ പറയുന്നത് കേട്ടിട്ടാണ് സുരാജ് എന്നാ പിന്നെ രതീഷിനെ വിളിക്കും എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ രതീഷാണ് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കത്തില്ലായിരുന്നു. രതീഷ് കഥ പറയാൻ അത്ര പോരാ, ഐഡിയ മാത്രം പറയും. മഹേഷ് പറയുന്നത് കേട്ടപ്പോ ഇത് കൊള്ളാമല്ലോ പരിപാടിയല്ല, മഹേഷിനെയാണ് ഞാൻ കഥ കേൾക്കുന്നത്. ഇപ്പൊ അതിനൊക്കെ പിടിയിട്ടുണ്ട് അല്ലേ? ഒരു ചെറിയൊരു ഗെയിം പിടിച്ചാലോ? അല്ല, ചെറുതായിട്ടുള്ളൂ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത 3 ജീവികളേതാണ്? മനുഷ്യൻ, ഒരെണ്ണം ഞാൻ പറഞ്ഞു, ബാക്കി നിങ്ങൾ പറഞ്ഞു. സിംഹം. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത മൃഗം എന്താ പറഞ്ഞ ഉത്തരം പറഞ്ഞു. എന്നിട്ട് വരുമെങ്കിൽ എല്ലാത്തിനും വീട്ടിൽ കയറ്റാം. മരുങ്ങി അനുസരണോടുകൂടി നിൽക്കുമെങ്കിൽ അത്രേ ഉള്ളൂ. ആ, ഓക്കെ. ചാക്കോച്ചനെ മെൻഷൻ ചെയ്യാൻ പറ്റിയ 3 വേർഡ്സ് എന്തൊക്കെയായിരിക്കും? അല്ല, മീൻസ് ഇപ്പം സുന്ദരൻ ഒരുപാടുണ്ടല്ലോ. സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി. ഓക്കെ,
കൗണ്ടറൻ കൗണ്ടർ കൗണ്ടർ മണിയാണ്. പിന്നെന്താ ഫുഡിയാണ്. ഈ ലൊക്കേഷനിലൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുമോ പ്രിയ ചേച്ചി? അത് തന്നെയാണ് എല്ലാ ലൊക്കേഷനിലും പ്രിയമ്മയുടെ വക ഒരു സ്പെഷ്യൽ ഉണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ട് കുക്കുണ്ട്. അവിടെ ഇരുന്നിട്ട് വെറൈറ്റി ആ ഏരിയയിലുള്ള എല്ലാവർക്കും വെച്ച് കൊടുക്കും. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കിടക്കാമല്ലോ, അഡ്മിറ്റ് ആവാമല്ലോ. സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ ഷൂട്ട് നടക്കുന്ന പ്ലേസിൽ ഫുഡ് തേടി പോകാറൊക്കെ ഉണ്ടോ? ഫുഡ് ഇപ്പൊ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കുമല്ലോ ഷൂട്ട് നടക്കുക, അതിന്റെ അടുത്ത് എന്തെങ്കിലും അടിപൊളി ഫുഡ് ഉണ്ടാകുമെന്ന് ഫൈൻഡ് ചെയ്ത് പോകാറൊക്കെ ഉണ്ടോ? ചാക്കോച്ച എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി, അവിടെ ഉണ്ടാവും. ആ ഫുഡ് അവിടെ ഉണ്ടാവും, എല്ലാം അവിടെ ഉണ്ടാവും. നമ്മൾ ആ ഒരു ചാക്കോച്ച അവിടെ താമസിക്കുന്ന മറ്റേ അവിടെ അതിന്റെ തൊട്ട് പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഇട്ടോ എന്ന് പറയും. ഓക്കെ, ഇനി സുരാജേട്ടനാണെങ്കിലും 3 വാക്കുകൾ ഡിസ്ക്രൈബ് സുരാജേട്ടൻ. ഇത് തിരിച്ചു പറയാനുള്ളൂ. സുന്ദരൻ, ഫുഡി, ചന്ദ്രൻ, സുമുഖൻ, സൽസ്വഭാവി. ഇതൊഴിച്ചുള്ള വേറെ എന്തെങ്കിലും നമുക്ക് പഠിച്ചാലും. അതെ, an actor for excellence. പിന്നെന്തോടി വേറൊരു കാര്യം അറിയാമോ? ഉഗ്രൻ ഡാൻസറാണ്. ഡാൻസർ ഫോർ എക്സലൻസ്. പിന്നെ ഗായകൻ. തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഒരു സ്റ്റെപ്പില്ലേ അതുകൊണ്ട് അവിടെ കസിൻസിൽ ജോജു നിങ്ങളോട് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ്. അതിന്റെ അടിവരെയായി. അയ്യോ പാവം. ഓക്കെ, ജീവിതത്തിലെ ഏറ്റവും വേണ്ട 3 കാര്യങ്ങൾ ഡെയിലി ലൈഫില് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 3 പറയാം, അങ്ങനെ നോക്കാം. സുരാജേട്ടൻ ഏതാണ് വേണ്ടത്? ഡെയിലി ലൈഫിൽ പ്രധാനപ്പെട്ടത്. ഡെയിലി ലൈഫിൽ നല്ല ഉറക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നില്ല, ഉറങ്ങാറുണ്ട്. പിന്നെന്താ, ഉറക്കം, സിനിമ, ഫുഡ്. വിചിത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണോ? കമ്പൽസറി ആയിട്ടുള്ള കാര്യം. ഓക്സിജൻ, വെള്ളം. അതെ, ഇതൊക്കെ തന്നെ, ഇതെല്ലാം വേണ്ടേ ഡെയിലി ലൈഫിൽ. പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഒരെണ്ണം, എനിക്കൊരെണ്ണം ഡെയിലി. ഡെയിലി. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഏതായിരിക്കും? ഇപ്പൊ ഒരു വേർഡ്സ് ആണല്ലോ, ഇപ്പൊ ബേസിക്കലി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കൂടുതൽ അതായിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെ റെഡി. ഞാൻ കൂടുതൽ റെഡി. ഷോർട്ട് റെഡി. പിന്നെ റെഡി പോ, റെഡി. കൂടുതൽ കേൾക്കുന്നത് റെഡിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രിയ, പക്ഷെ പല മോഡുലേഷൻ ആണെന്നുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രിയ. ഓക്കെ, അത് ഇതേപോലെ പല മോഡുലേഷൻ. ഓക്കെ, അപ്പം നമുക്കൊരു റൊമാൻറ്റിക് ഡ്രൈവിന് പോയാലോ? ഓക്കെ, സിനിമ ചൂസ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, ഈ റീസെന്റ് വന്നിരിക്കുന്ന എല്ലാ പടങ്ങളും ഭയങ്കര സെലക്റ്റീവ് ആണ് എന്ന് പ്രേക്ഷകർ പറയുകയും പെർഫോം ഓറിയന്റഡ് ആണെന്ന് പ്രേക്ഷകർ വിശ്വസിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളാണ്, കണ്ടു മനസ്സിലാക്കിയ സംഗതികളാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാൻ നേരത്ത് ഇച്ചിരി ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണല്ലോ, ആ വിശ്വാസം കൂടെ കാക്കണമല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സിനിമ നമ്മളെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടിട്ട് ഇവനെ വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു കഥാപാത്രം അറ്റംപ്റ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ട്രൈ ഔട്ട് ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. അപ്പം അത് എല്ലാവർക്കും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള സിനിമകളും
എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉൾപ്പെടുന്ന സിനിമകൾ, പുതിയ വരുന്നോ പഴയ വരുന്നോ വ്യത്യാസമില്ലാതെ, വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ, ഏത് തരത്തിലുള്ള സിനിമകളാണെന്നും വ്യത്യാസമില്ലാതെ തിയേറ്ററുകളിലേക്ക് വന്ന് ആൾക്കാർ കണ്ട് വിജയിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ നിലനിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയറിങ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആൾക്കാർ ഉള്ളതാണ് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ ഈ പറയുന്ന രീതിയിൽ നിലനിർത്തുന്നത്. ചാക്കോച്ചന് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എല്ലാമാണ്, എവറിത്തിങ്. മീൻസ് ഒരു കോഡ്സ് പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം സിനിമ ഇഷ്ടപ്പെടാതെ വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ സിനിമയാണ് എല്ലാം എന്നുള്ളതാണ് അതിലുള്ള വ്യത്യാസം. സിനിമയാണ് എൻ്റെ ജീവവായു. സുരേട്ടൻ അതാണ്. ഇതല്ലാതെ വേറൊന്നും അറിയില്ല. ഇതും വ്യക്തമായിട്ടൊന്നും അറിയില്ല, എന്നാലും ചോദിക്കാൻ പോയത് സിനിമ എന്താണ്? അങ്ങനെ തന്നെയാണ്. സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാവർക്കും അങ്ങനെ ആവും തോന്നുന്നു അറ്റ് സം പോയിന്റ്. ബിക്കോസ് ഭയങ്കര ഗിവിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അല്ലേ. പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനെങ്കിലും